കേരള തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ച അപകടം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻ ഹായ് 503 എന്ന കപ്പലിലാണ് തീപിടിച്ചത്. 18 പേരെ രക്ഷപ്പെടുത്തി. 22 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകൾ ആണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കണ്ടെയ്നറുകളിൽ തീപിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായ വസ്തുക്കളെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ പി. വിഷാംശമുള്ള വസ്തുക്കൾ ഉണ്ട്. തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രവരൂപത്തിലും ഖരരൂപത്തിലുമുള്ള വസ്തുക്കൾ ഉണ്ട് എന്നും അരുൺകുമാർ പറഞ്ഞു. വാൻ ഹായ് 503 എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ കപ്പൽ, അത് ഏകദേശം 269 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള കപ്പലാണ്. 92 94 86 2 IMO നമ്പർ, കോൾ സൈൻ S6 AV2 ആണ്. കൊളംബോയിൽ നിന്നും ബോംബെക്ക് അടുത്തുള്ള നവാഷേവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ്. പിന്നെ അതിലുള്ള ക്രൂ 22 ക്രൂ ആണ്. പ്രാഥമിക ഇൻഫോർമേഷൻസിൽ നമുക്ക് ഇന്ത്യക്കാരും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ക്രൂവിൻ്റെ അകത്ത് ചൈനീസും മ്യാൻമാറും ഇന്തോനേഷ്യനും അതേപോലെ തായ്ലാൻഡിലുള്ള മൊത്തം 22 പേരാണുള്ളത്. ഏകദേശം നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ നിന്നും 230 ഡിഗ്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ 269 മീറ്റർ നീളമുള്ള വാൻ ഹായ് 503 എന്ന് പറയുന്ന കപ്പലിൽ അതിൻ്റെ ചരക്കുകളിൽ 4 ടൈപ്പിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്. സാധാരണ എല്ലാ കണ്ടെയ്നറുകളിലും കപ്പലുകളിലും ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഗുഡ്സുകൾ ഉണ്ടാവും. അതിന് ക്ലാസ് 3, ക്ലാസ് 4.1, 4.2, അതേപോലെ തന്നെ 6.1 ആണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണെങ്കിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് IMDG എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. അതിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളാണ്, അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്. അതേപോലെ ക്ലാസ് 4.1 എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ്, അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കളാണ്. തനിയെ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പഷൻ ചെയ്യുന്ന സബ്സ്റ്റൻസ്, അത് ക്ലാസ് 4.2ലാണ്. അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവെ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക. അത് ക്ലാസ് 6 ആണ്. അപ്പം ക്ലാസ് 3 ഞാൻ പറഞ്ഞു, ക്ലാസ് 4.1 പറഞ്ഞു, 4.2 പറഞ്ഞു, അതേപോലെ ക്ലാസ് 6 പറഞ്ഞു. അപ്പോൾ ഈ മൊത്തം കണ്ടെയ്നറുകളിൽ ഈ പറഞ്ഞ 4 ടൈപ്പ് കാർഗോസും കൂടി ഉണ്ട്. അപ്പം ഈ IMDG കാർഗോസിന് ഡേഞ്ചറസ് ഗുഡ്സ് കാർഗോ എന്നാണ് പറയുന്നത്. നമ്മൾ കേരള മാരിടൈം ബോർഡ് ചെയർമാനും അതേപോലെ തന്നെ കേരള മാരിടൈം ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡെപ്യൂട്ടി ഡയറക്ടർ പോർട്ടും അതേപോലെ തന്നെ അഴീക്കലുള്ള ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കോസ്റ്റ് ഗാർഡുമായിട്ട് നമ്മൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ വീക്ഷിച്ച് വരികയാണ്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോസ്റ്റ് ഗാർഡുമായിട്ട് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അത് ബേപ്പൂരാണ്. അപ്പം ബേപ്പൂർ നമ്മൾക്ക് കേരള മാരിടൈം ബോർഡിൻ്റെ പോർട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ബേപ്പൂർ പോർട്ടിനെ റെഡിയാക്കുകയാണ്. വലിയ തീപിടുത്തമാണെന്നും തീ അണയ്ക്കാൻ ആയിട്ടില്ല എന്നും ഡിഫൻസ് PRO അതുൽ പിള്ളയും പറഞ്ഞു. കപ്പലിലെ 4 പേരെ കുറിച്ച് വിവരമില്ലെന്നും അതുൽ പിള്ള പ്രതികരിച്ചു. ഈ 4 പേര് എന്തുവാന്ന് നമുക്ക് അറിയാൻ വയ്യ. ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാൻ അവർ എന്തുവാന്നത് നമുക്ക് അവിടെ ചെന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ എപ്പോഴും മൈനർ ഫയർ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് മൈനർ ഫയർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഒരു മേജർ ഫയർ ആയിട്ട് കൺവേർട്ട് ആയി. മേജർ ഫയർ ആയിട്ട് കൺവേർട്ട് ഡേഞ്ചർ ആയിരിക്കും. അതായിരിക്കും അവര് അതില് ഇത് ചെയ്ത് അബാൻഡൻ ചെയ്ത ഷിപ്പിനെ. ആരും ഇല്ല, അത് ഷിപ്പ് ഇപ്പൊ ഡ്രിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനി ഇത് ഷിപ്പിന് മുമ്പോട്ട് ഈ ഫയർ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഷിപ്പ്, ബിക്കോസ് ഇനി നമുക്ക് വെളിയിൽ നിന്ന് വേണം എല്ലാം ഇത് ചെയ്യാൻ. അകത്തെ ഷിപ്പ് മെഷീനറി എല്ലാം പോയി കാണും ഇപ്പൊ. അപ്പൊ വെളിയിൽ നിന്ന് പോയി ചെയ്യാൻ വേണ്ടി 5 ഷിപ്പ് ഒരു വട്ടം അതിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയോട് പറയാം നമ്മളൊരു
ടോ ചെയ്ത് അതിനെ വലിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും നിയറസ്റ്റ് പോർട്ടിലോട്ട് കടത്താൻ വേണ്ടി അത് ഓൾറെഡി കമ്പനി അത് ചെയ്യാൻ തുടങ്ങി കാണും. ഓൾറെഡി അത് ഇൻസ്ട്രക്ഷൻ പോയി കാണും. ഓക്കെ.